നമസ്കാരം. രഞ്ജിസ് ഇംഗ്ലീഷിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇനി നടക്കാൻ പോകുന്ന CPO, WCPO പരീക്ഷയ്ക്ക് വേണ്ടിയും അതുപോലെ തന്നെ 2024 നമ്മൾ പ്രതീക്ഷിക്കുന്ന LDC എക്സാമിന് വേണ്ടിയുമുള്ള പ്രിപ്പറേഷൻ ക്ലാസ് ആണ്. ഈ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള 20 ഇഡിയംസ് ആണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഫസ്റ്റ് ഇഡിയം നമുക്ക് നോക്കാം, അതിന്റെ അർത്ഥവും നമുക്ക് മനസ്സിലാക്കാം. നോക്കുക, എ കോൾഡ് ബ്ലഡഡ് മർഡർ. ഇത് പരീക്ഷയിൽ മിക്കപ്പോഴും ചോദിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എൻ്റെ ഉത്തരം അറിയാം. എന്താണ്? പ്രീ പ്ലാൻഡ് ആയിട്ട് ചെയ്യുന്ന മർഡർ, കരുതിക്കൂട്ടി ചെയ്യുന്ന മർഡർ. അങ്ങനെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഏതായിരിക്കും? ആൻ ഇന്റൻഷണൽ ഓർ പ്രീ മെഡിറ്റേറ്റഡ് മർഡർ. അടുത്ത് നോക്കുക, പുട്ട് ദ ബെസ്റ്റ് ഫുഡ് ഫോർവേഡ്. എന്താണ് എൻ്റെ അർത്ഥം? എന്താണ് അർത്ഥം? സ്റ്റാർട്ട് ഇംപ്രസീവ്ലി എന്നാണ്. എന്താണ് സ്റ്റാർട്ട് ഇംപ്രസീവ്ലി? അതായത് നല്ലൊരു തുടക്കം കുറിക്കുക. അതാണ് പുട്ട് ദ ബെസ്റ്റ് ഫുഡ് ഫോർവേഡ്. എന്താണ്? സ്റ്റാർട്ട് ഇംപ്രസീവ്ലി. അടുത്ത് നോക്കുക, പേ ലിപ് സർവീസ് ടു. എന്താണ് പേ ലിപ് സർവീസ് ടു? എന്താണ് ഉദ്ദേശിക്കുന്നത്? പ്രിറ്റൻഡ് to express loyalty or support. സപ്പോർട്ട് ഉണ്ട് എന്ന തരത്തിൽ നടിക്കുക. യഥാർത്ഥത്തിൽ നമ്മൾ ആത്മാർത്ഥത ഇല്ലാതെയുള്ള സപ്പോർട്ടാണ്. ആ സപ്പോർട്ട് കണ്ട ചിലപ്പോൾ അത് സിൻസിയറായിട്ട് തോന്നും, പക്ഷെ അതെന്താണ്? നാട്യമാണ്, അഭിനയമാണ്. അങ്ങനെയുള്ളതിനെ നമ്മൾ പേ ലിപ് സർവീസ് ടു എന്നുകൊണ്ട് ഉദ്ദേശിക്കും. അടുത്ത് നോക്കുക, സ്റ്റിക്ക് വൺസ് നെക്ക് ഔട്ട്. എന്താണ് സ്റ്റിക്ക് വൺസ് നെക്ക് ഔട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ്? ടു ടേക്ക് എ റിസ്ക് എന്നാണ്. എന്താണ് ടു ടേക്ക് എ റിസ്ക്? അടുത്ത് നമുക്ക് നോക്കാം, ബിയർ ദ പാം. എന്താണ് ബിയർ ദ പാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ്? ബി വിക്ടോറിയസ് എന്നാണ്. എന്താണ് ബി വിക്ടോറിയസ്? സക്സസ്ഫുൾ ആവുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ബിയർ ദ പാം, ബി വിക്ടോറിയസ്. അടുത്ത് നോക്കുക, ട്രെഡ് അപ്പോൺ വൺസ് ടോയ്. എന്താണ് ട്രെഡ് അപ്പോൺ വൺസ് ടോയ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ്? ഹേർട്ട് വൺസ് ഫീലിങ്സ് എന്നാണ്. അത് മറ്റുള്ളവരുടെ വികാരത്തെ മുറിവേൽപ്പിക്കുക. അതാണ് ട്രെഡ് അപ്പോൺ വൺസ് ടോയ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത് നോക്കാം, കോക്ക് ഓഫ് ദ വാക്ക്. എന്താണ് കോക്ക് ഓഫ് ദ വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ്? വൺ ഹു ഡോമിനേറ്റ്സ് എ ഗ്രൂപ്പ് ഓർ സിറ്റുവേഷൻ. ഒരു ഗ്രൂപ്പിനെയോ അല്ലെങ്കിൽ ഏതൊരു സാഹചര്യത്തെയോ അവിടെ ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നമുക്ക് എന്ത് വിളിക്കാം? കോക്ക് ഓഫ് ദ വാക്ക് എന്ന് പറയാം. ഉദാഹരണത്തിന് ഒരു വളരെ പ്രതിസന്ധി നിറഞ്ഞൊരു സാഹചര്യം, ഒത്തിരി പേരുണ്ട്, അവരെല്ലാം ഇങ്ങനെ അപ്സെറ്റ് ആയിട്ട് നിൽക്കുകയാണ്. എന്നാൽ അതിലൊരാൾ വന്ന് എന്ത് ചെയ്യുന്നു? അതിന് പരിഹാര മാർഗം കണ്ടെത്തുന്നു. അങ്ങനെ ആകുമ്പോൾ മറ്റുള്ള ആൾക്കാർ അദ്ദേഹത്തെ ഫോളോ ചെയ്യും. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഡോമിനൻസ് കിട്ടുകയും ചെയ്യും. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ നമുക്ക് എന്ത് വിളിക്കാം? കോക്ക് ഓഫ് ദ വാക്ക് എന്ന് വിളിക്കാം. ആണ് കോക്ക് ഓഫ് ദ വാക്ക്. വൺ ഹു ഡോമിനേറ്റ്സ് എ ഗ്രൂപ്പ് ഓർ സിറ്റുവേഷൻ. അടുത്ത് നോക്കുക, ഫ്രം ദ ഹോഴ്സ് മൗത്ത്. എന്താണ് ഫ്രം ദ ഹോഴ്സ് മൗത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ്? ഫ്രം എ റിലയബിൾ സോഴ്സ്, വിശ്വസനീയമായ സ്ഥലത്ത് നിന്നും. അപ്പം നമ്മൾ പല തരത്തിലുള്ള വാർത്തകൾ നമുക്ക് കേൾക്കാം. അതിൽ പലതും വ്യാജമായിരിക്കാം, കുറച്ച് മാത്രമേ സത്യമുണ്ടാകത്തുള്ളൂ. അത് ശരിയാണോ എന്ന് നമ്മൾ നോക്കുന്നത് എന്തായിരിക്കും? ഏതെങ്കിലും ഒരു വിശ്വസനീയമായ ഒരു സോഴ്സിൽ നിന്നായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള നമുക്ക് ഫ്രം ദ ഹോഴ്സ് മൗത്ത് എന്ന് പറയാൻ പറ്റുന്നത് ഫ്രം എ റിലയബിൾ സോഴ്സ്. അടുത്ത് നോക്കുക, എ ബ്ലാക്ക് ഓക്സ്. എന്താണ് എ ബ്ലാക്ക് ഓക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ്? മിസ്ഫോർച്യൂൺ എന്നാണ്. എന്താണ് മിസ്ഫോർച്യൂൺ? ദൗർഭാഗ്യം. അതാണ് എ ബ്ലാക്ക് ഓക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, മിസ്ഫോർച്യൂൺ. ഇനി അടുത്തത് ഫൂൾസ് എറൻഡ്. എന്താണ് ഫൂൾസ് എറൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ്?
യൂസ്ലെസ് അണ്ടർടേക്കിംഗ്, ഉപയോഗശൂന്യമായിട്ടുള്ള ചില അണ്ടർടേക്കിംഗ് നമ്മൾ ഫൂൾസ് എറൻഡ് എന്ന് പറയുന്നത്. അടുത്ത ടച്ച് ആൻഡ് ഗോ. എന്താണ് ടച്ച് ആൻഡ് ഗോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ടച്ച് ആൻഡ് ഗോ എന്താണ്? ഡേഞ്ചറസ് ആൻഡ് അൺസർട്ടൻ, അപകടം നിറഞ്ഞതും അതുപോലെ തന്നെ ഒരു നിശ്ചയവുമില്ലാത്ത കാര്യം, അത് നമ്മൾ ടച്ച് ആൻഡ് ഗോ എന്ന് പറയുന്നത്. അപ്പൊ ഡേഞ്ചറസ് ആൻഡ് അൺസർട്ടൻ. നേരത്തെ നോക്കുക, ബി ഹാൻഡ് ആൻഡ് ഫുട്ട്. എന്താണ് ബി ഹാൻഡ് ആൻഡ് ഫുട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ്? ഇൻ ഓൾ പോസിബിൾ വേസ് അല്ലെങ്കിൽ ബൈ ഓൾ മീൻസ്. അതാണ് ബി ഹാൻഡ് ആൻഡ് ഫുട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നേരത്തെ നോക്കുക, ടു സെറ്റ് ടച്ച് നോട്ട്. എന്താണ് ടു സെറ്റ് അറ്റ് നോട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ്? ടു ഇഗ്നോർ എന്നാണ്. എന്താണ്? ടു ഇഗ്നോർ, അവഗണിക്കുക. ടു സെറ്റ് അറ്റ് നോട്ട് ആണ് ടു ഇഗ്നോർ. അടുത്ത് ഇൻ ദ ബ്ലാക്ക്. എന്താണ് ഇൻ ദ ബ്ലാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇൻ എ ഫിനാൻഷ്യലി പ്രോഫിറ്റബിൾ കണ്ടീഷൻ, വളരെ സാമ്പത്തികമായി ലാഭമുണ്ടാക്കുന്ന അവസ്ഥയിൽ നിൽക്കുക. അതാണ് ഇൻ ദ ബ്ലാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ പറയാം ദ കമ്പനി ഈസ് ഇൻ ദ ബ്ലാക്ക് എന്ന് വെച്ചാൽ എന്തോ? ദ കമ്പനി ഈസ് ഇൻ എ ഫിനാൻഷ്യലി പ്രോഫിറ്റബിൾ കണ്ടീഷൻ. ഓക്കെ, ഇൻ ദ ബ്ലാക്ക് എന്താണ്? ഇൻ എ ഫിനാൻഷ്യലി പ്രോഫിറ്റബിൾ കണ്ടീഷൻ. എടുത്ത് നോക്കുക, ഗ്രേ മാറ്റർ. എന്താണ് ഗ്രേ മാറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ്? ഇന്റലിജൻസ് എന്നാണ്. ഗ്രേ മാറ്റർ, ഇന്റലിജൻസ്. അടുത്തത് ഓൾ തംസ്. എന്താണ് ഓൾ തംസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓക്വേർഡ് ആൻഡ് ക്ലംസി എസ്പെഷ്യലി വിത്ത് വൺസ് ഹാൻഡ്സ്. ഒരു വ്യക്തിയിൽ നിന്നുണ്ടാകുന്ന വളരെ ഓക്വേർഡ് ആയിട്ടുള്ള അതുപോലെ ക്ലംസി ആയിട്ടുള്ള പെരുമാറ്റത്തെയാണ് നമ്മൾ ഓൾ തംസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എടുത്ത് നോക്കുക, ബി ഇൻ ദ സിൻ. എന്താണ് ബി ഇൻ ദ സിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ബി ഇൻ ദ സിൻ എന്താണ്? ടു കീപ് വൺ സെൽഫ് ഇൻഫോംഡ് ആൻഡ് അപ് ടു ഡേറ്റ്. ഒരു വ്യക്തി അവനെ എന്താക്കുക? അപ്ഡേറ്റഡ് ആക്കി മാറ്റുക. അതിനെ നമ്മൾ ബി ഇൻ ദ സിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നു. നമ്മൾ അപ്ഡേറ്റ് ആവുന്ന എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ അറിവിലും നമ്മുടെ രീതിയിലും നമ്മുടെ സംസ്കാരത്തിലും നമ്മുടെ വസ്ത്രധാരണത്തിലും എല്ലാത്തിലും അത്തരത്തിൽ അപ്ഡേറ്റഡ് ആയി നിൽക്കുന്ന നമ്മൾ ബി ഇൻ ദ സ്വിം കൊണ്ട് ഉദ്ദേശിക്കും. അടുത്തത് ഫെദർ ബ്രെയിൻ. എന്താണ് ഫെദർ ബ്രെയിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ്? സില്ലി ഓർ ഓഫൺ ഫോർഗെറ്റിംഗ് തിങ്സ്. ഇതാണ് ഫെദർ ബ്രെയിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ഹിയർ ഇറ്റ് ഓൺ ഗ്രേപ്പ് വൈൻ. എന്താണ്? ടു ഹിയർ റൂമേഴ്സ് അബൌട്ട് സംതിങ് ഓർ സമ്മൺ. ഏതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ചോ അല്ലെങ്കിൽ എന്തിനെങ്കിലും കുറിച്ചോ നമ്മൾ റൂമേഴ്സ് കേൾക്കുന്നതിന് നമ്മൾ ഹിയർ ഇറ്റ് ഓൺ ഗ്രേപ്പ് വൈൻ എന്ന് പറയുന്നത്. എന്താണ് ഹിയർ ഇറ്റ് ഓൺ ഗ്രേപ്പ് വൈൻ? ഹിയർ റൂമേഴ്സ് അബൌട്ട് സംതിങ് ഓർ സമ്മൺ. ലാസ്റ്റ് വൺ നമുക്ക് നോക്കാം, ബിറ്റ്വീൻ ദ കപ്പ് ആൻഡ് ദ ലിപ്സ്. ഇത് നമുക്കറിയാം. എന്താണ്? ഓൺ ദ പോയിന്റ് ഓഫ് അച്ചീവ്മെന്റ്. നമ്മൾ എന്തെങ്കിലും നേടുന്നു എന്നൊരു സഹായത്തിൽ നിൽക്കുന്ന അവസ്ഥയെ നമ്മൾ കപ്പ് ആൻഡ് ദ ലിപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ഇഡിയംസ് ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. നമ്മുടെ യൂട്യൂബ് ക്ലാസ്സിനോടൊപ്പം തന്നെ ഈ പറയുന്ന CPO അതുപോലെ തന്നെ WCPO പരീക്ഷയ്ക്ക് വേണ്ടിയും അതുപോലെ തന്നെ 2024 നടക്കാൻ പോകുന്ന LDC എക്സാമിന് വേണ്ടിയും നമ്മുടെ ലേണിംഗ് ആപ്പിലൂടെ ഓൺലൈൻ കോഴ്സ് കൊടുക്കുന്നുണ്ട്. ആ കോഴ്സുകൾ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ലേണിംഗ് ആപ്പിന് ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.